ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. ഇതുപോലെ ക്രിസ്പി ആയിട്ടുള്ള ഒരു പക്കവട റെസിപ്പിയാണ് ഇന്ന്. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണേ. അതിനുവേണ്ടി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയപ്പോൾ 2 പൊറോട്ട ബാലൻസ് വന്നതുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ ബാലൻസ് വരുന്ന പൊറോട്ട വെച്ചും ചെയ്യാം. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നേരം മാറ്റി വയ്ക്കുക. ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത്. കുറച്ച് പൊറോട്ട അത്യാവശ്യം ഒന്ന് നനയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് നമ്മൾ അമർത്തുമ്പോൾ തന്നെ നമുക്ക് ഈ പൊറോട്ട ഒന്ന് പൊടിഞ്ഞ് ഇതളുകളായിട്ട് മാറും. ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്തതായി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു സവോളയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ കറിവേപ്പില അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ പെരുംജീരകം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി നമ്മൾ അടുത്തതായി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. പൊറോട്ടയിൽ ഓൾറെഡി ഉപ്പുണ്ടായിരിക്കും, അതുകൊണ്ട് നമ്മൾ നോക്കി മാത്രം ചേർത്ത് കൊടുക്കുക. അതുപോലെ എരിവിനാവശ്യമായ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൈദ നമുക്ക് വേണമെന്ന് നിർബന്ധമില്ല, പക്ഷേ മൈദ ചേർക്കുമ്പോൾ നമുക്ക് മാവ് ഒന്നൊരു നല്ല കൺസിസ്റ്റൻസിയിൽ കിട്ടും. അതുകൂടി ചേർത്ത് ഒന്ന് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പൊക്കവടയുടെ മാവിൻ്റെ അളവിൽ നമ്മൾ ഇത് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് പൊക്കവട ഉണ്ടാക്കി തുടങ്ങാം. അതിനായി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് തന്നെ കുറേശ്ശെ ആയിട്ട് ഇതുപോലെ നുള്ളി ഇട്ട് കൊടുക്കുക. എണ്ണ എപ്പോഴും നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അതുപോലെ ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3 മിനിറ്റ് നേരം നമ്മൾ ഒരു സൈഡ് നന്നായിട്ട് മൊരിയിച്ചെടുക്കുക. അതിനുശേഷം അടുത്ത പുറവും കൂടെ ഒന്ന് നന്നായി മൊരിയിച്ചെടുക്കണം. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊക്കവടയാണ്. ഇത് അങ്ങനെ സോഫ്റ്റായി പോകുന്ന പൊക്കവടയൊന്നുമല്ല. അതുകൊണ്ട് നല്ല മഴക്കാലത്തൊക്കെ നമുക്ക് നല്ല ചൂട് കട്ടൻ ചായയുടെ ഒക്കെ ഒപ്പം നന്നായിട്ട് കഴിക്കാവുന്നതാണ്. ഇതുപോലെ ഉള്ള റെസിപ്പികൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ഒരു സൈഡ് നന്നായിട്ടായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് നേരം കൊണ്ട് തന്നെ നമ്മുടെ കടി തയ്യാറായി കിട്ടും. ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ പൊക്കവട മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇത് നിങ്ങൾക്ക് സോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചമ്മന്തിയുടെ കൂടെയോ ഒക്കെ നന്നായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.